എന്നത്തെയും പോലെ മദ്രസയിലേക്ക് പോയ ഒരു 9 വയസ്സുകാരിയുടെ തിരോധാനം. വീട്ടുകാർ പരാതി നൽകി ദിവസങ്ങൾക്ക് ശേഷം അവളുടെ മൃതദേഹം കനാലിൽ നിന്നും കണ്ടെത്തി. ട്രേസ് എവിഡൻസുകൾ കേസ് അന്വേഷണത്തിന് മുഖ്യ പങ്കുവഹിച്ച അപൂർവം കേസുകളിലൊന്ന് അൽ അസ്ന മർഡർ കേസ്. ക്രൈം സീൻ വിസിറ്റ് ചെയ്യുന്ന ഒരു ഫോറൻസിക് എക്സ്പെർട്ടിൻ്റെ മെയിൻ ഡ്യൂട്ടീസിലൊന്നാണ് എവിഡൻസ് റെക്കഗ്നീഷൻ. അപ്പോൾ എവിഡൻസ് റെക്കഗ്നൈസ് ചെയ്താണ് എന്താണ് ക്രൈം സീനിൽ സംഭവിച്ചത്, അതുവഴി അതൊരു പ്രതിയുള്ള ഒരു കേസാണോ, ആണെങ്കിൽ ആ പ്രതി ആര്, ആ പ്രതിയിലേക്ക് അല്ലെങ്കിൽ ഒരു സസ്പെക്റ്റിലേക്ക് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ചാനലൈസ് ചെയ്യുന്നതിന് ഈ ട്രേസ് എവിഡൻസ് വളരെയേറെ സഹായകമാണ്. അതർവൈസ് ഇവർ ഏത് ദിശയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണം, ആരാണ് സസ്പെക്ട്, ഇതൊന്നും അറിയാതെ ഒരു ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും മിക്കവാറും ക്രൈം കേസിൽ ഒരു ഫോറൻസിക് എക്സ്പെർട്ടിൻ്റെ വിസിറ്റ് ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രൈം കേസിൽ ട്രേസ് എവിഡൻസ് വെച്ച് വളരെ ഒരു സംഘർഷം ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ ഒരു കമ്മ്യൂണൽ ക്ലാഷ് ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെട്ടേക്കാവുന്ന അന്തരീക്ഷത്തിൽ, ഒരു സ്ഫോടനാത്മകമായ അന്തരീക്ഷത്തിൽ ഒരു ഗ്രാമം നിൽക്കുന്ന അവസ്ഥയിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ ഉണ്ടായ ക്രൈമിൻ്റെ കാരണമായിട്ടുള്ള പ്രതിയെ ട്രേസ് എവിഡൻസ് വെച്ച് കണ്ടുപിടിച്ച് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നല്ല കേസ് സ്റ്റഡിയാണ് അൽ അസ്ന മർഡർ കേസ്. ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മാള പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ ഇവിടെ ഈ അൽ അസ്ന എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി, 9 വയസ്സുകാരി ഒരു കുട്ടി മദ്രസയിലേക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി കാണാതാകുന്നു. അപ്പോൾ അങ്ങനെ മിസ്സിംഗ് ഫയൽ ചെയ്തു, പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരു ആഴ്ച മുഴുവൻ അന്വേഷിച്ചിട്ടും ഈ കുട്ടിയുടെ മിസ്സിംഗ് തിരോധാനത്തെക്കുറിച്ച് യാതൊരു ക്ലൂവിലും എത്താൻ പോലീസിന് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ അന്വേഷണം വ്യാപിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ നാട്ടിൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതായത് ഈ കുട്ടി പോയ വഴിക്ക് ഏതോ ഒരു ഹിന്ദു പയ്യനുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നത് കണ്ടു എന്നും ഈ കുട്ടിയുടെ തിരോധാനത്തിൻ്റെ പിന്നിൽ ആ ഹിന്ദു പയ്യനാണ് എന്നുള്ള ഒരു റൂമർ അവിടെ സ്പ്രെഡ് ചെയ്തു. അപ്പോൾ കാണാതായ കുട്ടി മുസ്ലിം, അപ്പോൾ ഈ സംശയിച്ച പയ്യന് ഹിന്ദു. അങ്ങനെ വന്നപ്പോൾ അതൊരു കമ്മ്യൂണൽ ധ്രുവീകരണത്തിന് കാരണമായി. അപ്പോൾ ഇത് വളർന്ന് ഏത് നിമിഷവും അവിടെ ഒരു കമ്മ്യൂണൽ ക്ലാഷ് പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്ന നിലയിൽ ആ ഗ്രാമം മുഴുവനും ഓൺ ദി വേർജ് ഓഫ് എ കമ്മ്യൂണൽ ക്ലാഷ് എന്ന നിലയിലെത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ നാട്ടിൻപുറത്തെ തൊഴിലുറപ്പ് പദ്ധതിക്കാർ ഇങ്ങനെ കാടൊക്കെ തെളിച്ച് വരുമ്പോഴുണ്ട് ഒരു നദിയുടെ തീരത്തോടടുത്ത് കുറച്ച് ഉള്ളിലേക്ക് വെള്ളം കയറി അവിടെ കാട് പിടിച്ച് പുല്ല് പിടിച്ച് ഒക്കെ കിടക്കുന്ന ഒരു ഏരിയയിൽ ഒരു ചാക്ക് കെട്ട് കണ്ണിൽപ്പെടുന്നു. അപ്പോൾ ഈ ചാക്ക് കെട്ട് കേബിൾ വയർ വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഫൗൾ സ്മെല്ല് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പോലീസിനെ അറിയിക്കുന്നു. പോലീസ് വന്ന് നോക്കുന്നു. അപ്പോഴേ തന്നെ അവർക്ക് മനസ്സിലായി അതിലൊരു ഡെഡ് ബോഡിയാണ്. അപ്പോൾ ഒരു ഡീകമ്പോസ്ഡ് സ്റ്റേജിലുള്ള ഒരു ഡെഡ് ബോഡിയാണ്. അപ്പോൾ ഇതിൽ ഓട്ടോപ്സിക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് വരെ ഏതാണ്ട് അസാധ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അവിടെ തന്നെ ഒരു ഓട്ടോപ്സിക്കുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി ഫോറൻസിക് സർജൻ ക്രൈം സീനിൽ വിസിറ്റ് സർജനെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഫോറൻസിക് എക്സ്പെർട്ട് ഒക്കെ നമ്മൾ ക്രൈം സീനിൽ എത്തുന്നു. ഇനി അനാലിസിസ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ചാക്ക് കെട്ട് കേബിൾ വയർ വെച്ച് കെട്ടിയിട്ടുള്ള ചാക്ക് ഫാക്ടം FSCTയുടെ എംബ്ലമുള്ള ചാക്കാണ്. ഈ ചാക്കിനകത്ത് ഡെഡ് ബോഡിയുണ്ട്. ഈ കാണാതായ കുട്ടിയുടെ കാണാതായ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സെല്ലാം ഇൻടാക്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ കുട്ടിയുടെ ഡെഡ് ബോഡി കാണുന്നുണ്ട്. ഈ ഡെഡ് ബോഡിയോടൊപ്പം ഒരു വലിയ കല്ലും കൂടി കാണുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഓട്ടോപ്സി കണ്ടക്ട് ചെയ്തു. മരണകാരണം സ്മോദറിങ് ആണ് എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ മരണകാരണം കിട്ടി, മരണകാരണം സ്മോദറിങ് ആണ്. പക്ഷെ ആര് വഴിയാണ് സ്മോദറിങ് ഉണ്ടായത്, അല്ലെങ്കിൽ ഈ മർഡറിന് കാരണമായിട്ടുള്ള പ്രതി ആര്, ഇനി അത് കണ്ടുപിടിക്കലാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ജോലി. അപ്പോൾ അതിന് നമുക്ക് സഹായകമായിട്ടുള്ള വസ്തുക്കൾ ട്രേസ് എവിഡൻസ് ആണ്. അപ്പോൾ ഇവിടെയുള്ള ട്രേസ് എവിഡൻസ് ഏതൊക്കെയാണ്? 3 വസ്തുക്കളാണ് ഇപ്പോൾ നമുക്ക് പ്രസക്തമായിട്ടുള്ളത്. ഒന്ന് കേബിൾ വയർ, മറ്റൊന്ന് ഈ പറയുന്ന ചാക്ക്, അത് എംബ്ലമുള്ള ചാക്കാണ്. പിന്നെ ഉള്ളത് കല്ലാണ്. അപ്പോൾ ഈ കേബിൾ വയറിൻ്റെ പ്രത്യേകത, ഈ ഒരു ഫിസിക്കൽ എവിഡൻസിൽ നിന്ന് നമുക്ക് 2 ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കാം. ഒന്ന് ക്ലാസ് ക്യാരക്ടറിസ്റ്റിക്സ്, മറ്റൊന്ന് ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഓരോ ഫിസിക്കൽ എവിഡൻസ് കൊണ്ടും ഇതുപോലെ നമുക്ക് 2 ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് എത്താം. അതിൽ ക്ലാസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സാണ്. ക്ലാസിഫിക്കേഷന് ഉപയോഗിക്കാം. കേബിൾ വയർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ, അതൊരു കോമൺ മെറ്റീരിയലാണ്. അത് എവിടെ വേണമെങ്കിലും ഏതൊക്കെ ലൊക്കേഷനിൽ വേണമെങ്കിലും കേബിൾ വയറുകൾ കാണാം. ആ കേബിൾ വയറുകളെല്ലാം ഏതാണ്ട് ഒരു കൺസിസ്റ്റൻസിയിലുള്ള കേബിൾ വയർ ആയിരിക്കാം. അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് കണ്ടാൽ അതിൻ്റെ പേരിലൊന്നും ആരെയും കേസുമായിട്ട് ലിങ്ക് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല.
എന്നാൽ ഈ കേബിൾ വയറിൻ്റെ കട്ട് എഡ്ജ് എന്ന് പറയുന്ന ആ ഒരു എഡ്ജിലൊരു ക്യാരക്ടറിസ്റ്റിക് ടൂൾ മാർക്ക് പാറ്റേൺ ഉണ്ടാവും. ഈ കട്ട് എഡ്ജ് മറ്റേതെങ്കിലും ഒരു റിമൈനിങ് പോർഷനിലെ റിമൈനിങ് എഡ്ജുമായിട്ട് ഫിസിക്കൽ മാച്ച് ആകുന്നുണ്ടെങ്കിൽ അതൊരു ഇൻഡിവിജ്വലൈസിങ് ക്യാരക്ടറിസ്റ്റിക്സാണ്. അങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വലൈസിങ് ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടിയാൽ ആ ഫിസിക്കൽ എവിഡൻസിനെ നമുക്ക് ഇൻഡിവിജ്വലൈസ് ചെയ്യാം, അല്ലെങ്കിൽ അത് വൺ ആൻഡ് ദി സെയിം സോഴ്സ് ആണ്, അത് കണ്ട ആ ലൊക്കേഷനിൽ നിന്നാണ് ഈ ഫിസിക്കൽ എവിഡൻസ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താം. അപ്പോൾ അത് കേബിൾ വയർ. ദെൻ ഈ പറയുന്ന ചാക്ക്, അപ്പോൾ ഫാക്ടം ഹൗസിൻ്റെ എംബ്ലമുള്ള ചാക്ക് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ആയിട്ടുള്ള ഒരു ഏരിയയുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ കൃഷി ആവശ്യത്തിനൊക്കെ വളമൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിൽ ഒരു പക്ഷേ ഇത് കണ്ടേക്കാം. ആ ഏരിയ എല്ലാം കൃഷിക്കാർ ധാരാളമായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ പേരിലും ആരെയും ഈ ക്രൈമിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ളത് നമുക്ക് ഇതിനകത്ത് കാണപ്പെട്ട ഒരു വലിയ കല്ലാണ്. അപ്പോൾ ഈ കല്ലിൻ്റെ ഒരു പ്രത്യേകത, ഏതാണ്ട് 10 കിലോയോളം ഭാരമുള്ള കല്ലായിരുന്നു, കരിങ്കല്ലാണ്. അതിൻ്റെ ഒരു 1/2 ഭാഗം എവിടെയോ മണ്ണിനടിയിലായിട്ട് കുറച്ച് ദിവസമെങ്കിലും ഇരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അപ്പിയറൻസ്, മണ്ണ് പിടിച്ചിട്ടുള്ള ഒരു അപ്പിയറൻസ് അതിൻ്റെ 1/2 ഭാഗത്ത് കാണുന്നുണ്ട്. അതിൽ 1/1 ഭാഗം എവിടെയോ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. ആ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സർഫസിൽ അങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ നമ്മൾ എത്താൻ കാരണം അവിടെ മോസ് പ്ലാന്റ് വളർന്നു പിടിച്ചിട്ടുണ്ട്. ആ മോസ് പ്ലാന്റ് സാധാരണ ജനറലായിട്ട് നമ്മൾ കാണുന്ന മോസ് പ്ലാന്റ് ഒരു റെയിനി സീസണിൽ നമ്മളുടെ ഈ ഭിത്തിയിലും മറ്റ് അങ്ങനെയുള്ള കരിങ്കല്ലിലും ഇഷ്ടികയിലും ഒക്കെ കാണുന്ന മോസ് പ്ലാന്റ് നല്ല ഗ്രീൻ കളറിലാണ് കാണാറ്. പക്ഷെ ഇവിടെ അതിന് ഗ്രീൻ കളറൊന്നുമില്ല, ഒരു ബ്രൗൺ കളറിലാണ് ഈ മോസ് പ്ലാന്റ് കാണുന്നത്. ഒരുപക്ഷെ അത് കുറച്ചധികം ദിവസം ഇങ്ങനെ ചാക്കിൽ കെട്ടിയ നിലയിൽ സൂര്യപ്രകാശമില്ലാതെ എവിടെയെങ്കിലും കിടന്നിട്ടുള്ളത് കൊണ്ടായേക്കാം ആ ഒരു പച്ച കളർ അങ്ങോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടായേക്കാം. അപ്പോൾ ഈ കല്ല് ഈ പറയുന്ന 2-3 ഐറ്റംസ്, കേബിള്, ചാക്ക് ഒക്കെ, ഇതിൽ നിന്ന് വേണം നമ്മൾ ഇനി ഒരു പ്രതിയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സൂചന കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതിനെ ഇനി എങ്ങനെ വർക്കൗട്ട് ചെയ്യാം? ഈ 3 ഐറ്റംസ് എവിടെ നിന്ന് വന്നു എന്ന് ഇൻഡിവിജ്വലൈസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് വർക്ക് എളുപ്പമായി. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഈ കല്ല് എവിടെ നിന്ന് വന്നു എന്ന് കണ്ടുപിടിക്കാവോ എന്നുള്ള രീതിയിൽ ഒരു ശ്രമം നടത്തി നോക്കി. അപ്പോൾ അങ്ങനെ ശ്രമം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സറൗണ്ടിങ് ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു വീടിൻ്റെ പരിസരത്തേക്ക് എങ്ങാനും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ വയലൻസ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ജനങ്ങൾ വിചാരിക്കും ദേ അവിടെയാണ് പ്രതിയുള്ളത്, അവിടെയാണ്, അപ്പോൾ അതേ പോലീസും ടീമും അവിടേക്ക് നോക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഡെഡ് ബോഡി കണ്ടെടുത്ത സ്ഥലത്ത് അത്രയും ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ അവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു വീട്ടിൻ്റെ ഏരിയയിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എന്നാലും ഈ കുട്ടി വീട്ടിലേക്ക് നടന്നു പോകാറുള്ള വഴിയിലൂടെ നമ്മളും നടന്നുപോയി, പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നടന്നുപോയി. ഇരുവശത്തേക്കും കാഷ്വൽ ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ഒക്കെ നടത്തി അങ്ങനെ നടന്നുപോയി. അങ്ങനെ നടന്നു വന്നപ്പോഴുണ്ട് റൈറ്റ് സൈഡിൽ ഒരു വീട്, ആ ഒരു വീടിൻ്റെ സൺഷെയ്ഡിൻ്റെ താഴെയായിട്ട് കൺസ്ട്രക്ഷൻ വർക്കിന് കൊണ്ടുവന്നതിൻ്റെ പേരിൽ മിച്ചം വന്നതായിട്ട് ഉള്ള ഒരു കുറച്ച് മണൽ കൂട്ടിയിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. ആ മണൽ ഒഴുകി പോകാതിരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ കല്ലുകൾ വെച്ച് തടഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കല്ല് കാണാനില്ല. അപ്പോൾ ആ ഒരു കല്ലിൻ്റെ സ്ഥാനത്ത് ഒരു കുഴിയുണ്ട്, അല്ലെങ്കിൽ ഒരു ഇംപ്രഷനുണ്ട്. അപ്പോൾ ഇംപ്രഷൻ എവിഡൻസ്, ട്രേസ് എവിഡൻസിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട എവിഡൻസിൽ ഒന്നാണ് ഇംപ്രഷൻ എവിഡൻസ് എന്ന് പറയുന്നത്. ഇംപ്രഷൻ എവിഡൻസ് പല മെറ്റീരിയലിൻ്റെ ഫലമായിട്ട് ഇംപ്രഷൻ എവിഡൻസ് ഉണ്ടാവും. അത് ഫുട്വെയർ ഇംപ്രഷൻ, ടയർ മാർക്ക് ഇംപ്രഷൻ, ടൂൾ മാർക്ക് ഇംപ്രഷൻ, ബൈറ്റ് മാർക്ക് ഇംപ്രഷൻ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇംപ്രഷൻസ് ഉണ്ട്. ഇവിടെ നമ്മളൊരു റെയർ ടൈപ്പ് ഓഫ് ഇംപ്രഷൻ വഴി ഒരു കേസ് ക്രാക്ക് ചെയ്യാൻ പോവുകയാണ്, ക്രൈം കേസ് ക്രാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു പർട്ടിക്കുലർ ഇംപ്രഷൻ ഏതാണ്ട് നമ്മളുടെ ക്രൈം സീനിൽ കാണപ്പെട്ട ഡെഡ് ബോഡിയിലെ സ്റ്റോണിനോട് സമാനമായിട്ടുണ്ട്. ആ സ്റ്റോൺ ലീവ് ചെയ്യാൻ സാധ്യതയുള്ളതായ ഒരു ഇംപ്രഷൻ പോലെ നമുക്ക് തോന്നി. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു എൻവയൺമെൻറ്റിൽ നിന്ന് ഒരു മിനിമം ഡാമേജ് എങ്കിലും ആ എൻവയൺമെൻറ്റിന് ഉണ്ടാക്കാതെ യാതൊരു ട്രാൻസാക്ഷനും നടക്കില്ല. എവിടെ ഒന്നെങ്കിലും ഒരു കല്ലെടുത്ത് മാറ്റിയോ അതിന് സമാനമായിട്ടുള്ള ഒരു ഡിപ്രഷൻ അവിടെ ഉണ്ടാകണം. അത് തിയറിയാണ്. അപ്പോൾ ഇവിടെ ഒരു ഡിപ്രഷൻ കാണുന്നുണ്ട്. ആ ഡിപ്രഷൻ നമ്മുടെ ക്രൈമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ വലിയൊരു ജനക്കൂട്ടം ക്രൈം സീനിലുണ്ട്. ആ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ നമ്മൾ അതീവ രഹസ്യമായിട്ട് ആ കല്ല് ഈ സീനിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ ഉദ്ദേശം ഈ റിട്ടേൺ ചെയ്തിട്ടുള്ള ഇംപ്രഷനിൽ ഏതെങ്കിലും ആംഗിളിൽ ട്രയൽ ആൻഡ് എറർ വഴി ഏതെങ്കിലും ആംഗിൾ വഴി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുഴിയിൽ ഈ കല്ല് ഫിറ്റ് ആകുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അങ്ങനെ നമ്മൾ പല ആംഗിളിൽ ഇത് ട്രൈ ചെയ്ത് അതുപോലെ ഇംപ്രഷൻ ഡാമേജ് ഉണ്ടാകാത്ത വിധത്തിൽ വേണം നമുക്ക് അറ്റംപ്റ്റ് ചെയ്യുകയും ചെയ്യാൻ.
അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ ഈ കല്ല് വെച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റ് അതിൻ്റെ 2/3 ഇംപ്രഷനിൽ ഭാഗം ഫിറ്റായി കല്ലിൻ്റെ. ആ ഫിറ്റായ ഭാഗം അത്രയുമാണ് മോസ് പ്ലാന്റ് പറ്റാതെ ഉള്ള അവസ്ഥയിൽ നമ്മൾ ഈ കല്ലിൽ കണ്ട ഭാഗം. അപ്പോൾ ഇതിൽ നിന്ന് ആ കുഴിയിൽ ഈ കല്ല് ഇരുന്നിട്ടുണ്ടായിരുന്നു എന്ന ഭാഗം സ്പഷ്ടമാണ്. ഇനി ആ കല്ലുകൾ ചുറ്റുവട്ടത്തുള്ള ബാക്കി കല്ലുകൾ, ആ ചുറ്റുവട്ടത്തുള്ള മറ്റ് കല്ലുകളിലൊക്കെ മോസ് പ്ലാന്റ് പിടിച്ചിട്ടുണ്ട്. സെയിം റേറ്റ് ഓഫ് ഗ്രോത്ത് ആണ് ആ മോസ് പ്ലാന്റിലും ഈ കല്ലിലുള്ള മോസ് പ്ലാന്റിലും. പക്ഷെ ഒറ്റ ഡിഫറൻസ്, ഇവിടെ ബ്രൗൺ കളറാണ്, അവിടെ നല്ല പച്ചപ്പാണ്. ഇത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടായതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ട്രയൽ ആൻഡ് എറർ വഴി കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ വെച്ചു. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫോട്ടോഗ്രാഫർ ഫോട്ടോസൊക്കെ എടുത്തു. ഇതിനോടകം നമ്മൾ ഈ വീടിൻ്റെ ബാക്കിലൂടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നു നോക്കി. അപ്പോൾ ബാക്കിൽ കുറച്ച് അബാൻഡൻഡ് കേബിൾ വയർ കണ്ടു. ആ കേബിൾ വയറിൻ്റെ ഒരറ്റം കട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചാക്ക് കെട്ടാൻ ഉപയോഗിച്ചിട്ടുള്ള കേബിൾ വയർ കൊണ്ടുവന്നു. അതിൻ്റെ 2 എഡ്ജിൽ ഏതെങ്കിലും ഒരു എഡ്ജ് ഇതിൻ്റെ ബ്രോക്കൺ എഡ്ജുമായിട്ട് ഫിസിക്കൽ ഫിറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഒരു എഡ്ജ് കറക്റ്റ് ഫിസിക്കൽ മാച്ച് ആകുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഫോട്ടോഗ്രാഫൊക്കെ എടുത്തു. രണ്ടാമത്തെ എവിഡൻസായി. ഇത്ര എവിഡൻസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീടാണ്, കൃഷി ധാരാളമായിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ഈ വളം എംബ്ലമുള്ള ചാക്ക് ഇവിടെ നിന്ന് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഇത്രയായി കഴിഞ്ഞപ്പോൾ ഈ കല്ല് കുഴിയിൽ ഫിറ്റ് ആകുന്നു, നമ്മൾ ഫോട്ടോ എടുക്കുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് മീഡിയ പീപ്പിൾ അവിടെ അസംബിൾ ചെയ്യാൻ തുടങ്ങി. അവരുടേതായിട്ടുള്ള ഫോട്ടോസ് എടുക്കൽ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ജനങ്ങളെല്ലാം, അവിടെ തടിച്ചുകൂടിയ ജനങ്ങളെല്ലാം പെട്ടെന്ന് ക്രൈം സീനിൽ നിന്ന് ഈ വീടിൻ്റെ ചുറ്റുവട്ടത്തേക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെയാണ് സംതിങ് ഫൗൾ പ്ലേ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രതി ഇവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലായി. ആ ജനം മുഴുവനും ഈ വീടിൻ്റെ നേരെ കല്ലേറ് തുടങ്ങി. അപ്പോൾ ഒരു വലിയ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അവിടെ ഉണ്ടായി. കാരണം എന്താണ്, ഇതൊരു മുസ്ലിമിൻ്റെ വീടാണ്. ഇത്രയും നേരവും ഈ തേജോവധം എല്ലാം അനുഭവിച്ചത് മറ്റൊരു കമ്മ്യൂണിറ്റിയാണ്, ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ജനങ്ങളെല്ലാം കൂടി ഈ വീടിന് നേരെ കല്ലേറ് തുടങ്ങി. അവർ എത്രമാത്രം ഇങ്ങനെ അതുകൊണ്ട് വിഷമിച്ചോ അത്രയും തീവ്രതയിൽ ഈ വീടിന് നേരെ അവർ കല്ലേറും അതുപോലെയുള്ള ഉപദ്രവങ്ങളും തുടങ്ങി. അപ്പോൾ ഈ ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസ് ഒരു വലിയ ഇഷ്യൂ ആയി. അപ്പോൾ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതൊക്കെ നമ്മളെയൊക്കെ ഈ വീടിൻ്റെ അകത്തേക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ അകത്തേക്കാക്കി അവർ ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസിലേക്ക് നീങ്ങി. അപ്പോൾ ഇങ്ങനെ പുറത്ത് വലിയ സംഘർഷം നടക്കുകയാണ്. ഈ സംഘർഷം ഇങ്ങനെ പുറത്ത് നടക്കുമ്പോൾ ഈ വീടിൻ്റെ ഉള്ളിൽ ചില സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നു. ഇനി ഈ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? ഈ വീട്ടിലൊരു ഉമ്മ ഉണ്ട്, ബാപ്പ ഉണ്ട്, ഒരു മകനുണ്ട്. അപ്പോൾ ഈ പുറത്ത് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നല്ലോ, നിനക്ക് എന്തെങ്കിലും അറിവുണ്ടോ? ഈ ബാപ്പ ഈ മകനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ മകൻ്റെ കൺഫഷൻ, തെറ്റുപറ്റിപ്പോയി ബാപ്പ, തെറ്റുപറ്റിപ്പോയി ബാപ്പ എന്ന് പറഞ്ഞാൽ ഈ പയ്യന് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്നത് കൺഫഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് ഈ പയ്യന് നറേറ്റ് ചെയ്യുകയാണ്. ഈ കുട്ടി വഴിയൂടെ ഇങ്ങനെ നടന്നു പോകുന്നു, വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴി ചോക്ലേറ്റ് കൊടുത്ത് വീട്ടിലെ ഉള്ളിലേക്ക് ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഈ കുട്ടി ഇവരുടെ ഒരു അകന്ന റിലേറ്റീവാണ്. അപ്പോൾ പിന്നെ സംശയമൊന്നും കൂടാതെ തന്നെ, പേടിയില്ലാതെ തന്നെ കുട്ടി വീട്ടിലേക്ക് വരുന്നു. ഈ കുട്ടിയെ ഉള്ളിൽ കൊണ്ടുപോയി ഇയാൾ ഇൻട്രീറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഈ കുട്ടി ഉറക്കെ കരയാൻ തുടങ്ങി. ഉറക്കെ കരഞ്ഞപ്പോൾ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കുന്നതിന് വേണ്ടി ഇയാൾ വാപൊത്തി. അപ്പോൾ വാപൊത്തിയാൽ പിന്നെ അടുത്തത് എന്താണ്? സ്മോദറിങ് ആണ്. അപ്പോൾ ശ്വാസം കിട്ടാതെ കുട്ടി സ്മോദറിങ്ങിന് മരണമടഞ്ഞു. അപ്പോൾ മരിച്ചപ്പോൾ ഇയാൾക്ക് പേടിയായി. അപ്പോൾ ഇനി എന്താണ് ചെയ്യുക? പെട്ടെന്ന് അയാൾ സുബോധമൊക്കെ വീണ്ടെടുത്ത് ഈ പറയുന്ന ഡെഡ് ബോഡി ഒരു ചാക്കിലേക്ക് കെട്ടി. ചാക്കിൽ കെട്ടി ഇങ്ങനെ സ്റ്റെയർ കേസിന് അടിയിലേക്ക് തള്ളി. അപ്പോൾ ഈ സമയത്ത് ഇവരുടെ വീട്ടിൽ ഉമ്മയും ബാപ്പായും ഒക്കെ പുറത്ത് പോയിരിക്കുകയാണ്. ഉമ്മ മരുന്ന് വാങ്ങിക്കാൻ പോയി, ബാപ്പ വേറെ ഏതാണ്ട് കൃഷി ആവശ്യത്തിന് മറ്റേ വാഴക്കൊല വിൽക്കാൻ പോയി എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. അങ്ങനെ ഇവർ രണ്ടാളും ഇവിടെ ഇല്ല. അപ്പോൾ ഈ സമയം ഡെഡ് ബോഡി കേബിൾ വയറൊക്കെ വെച്ച് കെട്ടി സ്റ്റെയർ കേസിനടിയിലേക്ക് ആക്കി. അതവിടെ അങ്ങനെ ഇരുന്നു. കുറച്ച് പുറത്തു പോയ ബാപ്പ ഉമ്മ ഒക്കെ മടങ്ങി വന്നു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം കിടന്ന് ഉറങ്ങി. അവർ നല്ല ഉറക്കമായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ ചാക്ക് കെട്ടെടുത്തു. മുറ്റത്ത് നിന്ന് ഒരു വലിയ കല്ലും കൂടി എടുത്ത് അതിലിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി നല്ല ആഴമുള്ള പുഴയിൽ കനോലി കനാലിൽ കൊണ്ടുപോയി ഡംപ് ചെയ്തു. അതാണ് കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെ ഒഴുകി 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 8ാമത്തെ ദിവസം കരക്കടിഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു കല്ലും കൂടി ഇതിനകത്തിട്ട് വെച്ചു? അപ്പോൾ ഒരു കാരണവശാലും ഇത് പൊന്തി വരരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? ഇത് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാൾ മുകളിൽ കൂടി ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ മുകളിലുള്ള ആളുടെ നിർദ്ദേശാനുസരണമായിരിക്കണം. എല്ലാം ക്ലീൻ ആയിട്ട് യാതൊരു തെളിവുമില്ലാതെ നശിപ്പിക്കാൻ നോക്കിയിട്ടും ഫൈനൽ അത് കരക്കടിഞ്ഞു.
ഇതേപോലെയുള്ള മറ്റൊരു കേസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു പുഴയിലൂടെ ഇങ്ങനെ ഒഴുകി വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഡീകമ്പോസ്ഡ് ബോഡി. അപ്പോൾ ഈ ഡീകമ്പോസ്ഡ് ബോഡി ആരുടേതാണ് എന്നൊക്കെ അറിയാൻ ഒരു മാർഗമില്ല. അങ്ങനെ നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ഈ ഇന്റേണൽ ഓർഗൻസ് എല്ലാം ബോഡി കട്ട് ചെയ്ത് ഇന്റേണൽ ഓർഗൻസ് എല്ലാം റിമൂവ് ചെയ്ത് വലിയൊരു കോൺക്രീറ്റ് പോസ്റ്റും കൂടെ വെച്ച് കെട്ടി ആണ് ഈ വെള്ളത്തിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷെ അവിടെയും ഒരു ക്ലൂ, അതായത് ഒരു സൈലന്റ് വിറ്റ്നസ് അല്ലെങ്കിൽ ഒരു നിശബ്ദ സാക്ഷി എന്ന് പറയാം, അതൊരു ഹോസ്പിറ്റലിന്റെ എന്തോ ഫംഗ്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ബാനർ വെച്ചാണ് ഈ കോൺക്രീറ്റ് പോസ്റ്റ് കെട്ടിവെച്ചത്. അപ്പോൾ ആ ബാനറിലുള്ള ഐഡന്റിറ്റി വെച്ച് ആ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു, ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ടോ. അപ്പോൾ പറയും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു നേഴ്സിനെ കാണാനില്ല കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ആ നേഴ്സിന്റെ വേറെ ബോർഡ്സ്, അങ്ങനെ ആ കേസ് ഡിറ്റക്ഷനായി. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ തെളിവ് നശിപ്പിക്കാം, ഇങ്ങനെ പല രീതിയിൽ തെളിവ് നശിപ്പിക്കാം, എങ്ങനെയൊക്കെ തെളിവ് നശിപ്പിക്കാൻ നോക്കിയാലും ഒരു തെളിവ് നശിപ്പിക്കാൻ പോകുമ്പോൾ നമുക്ക് വേറൊരു തെളിവ് കിട്ടും. ബിക്കോസ് എവരി കോണ്ടാക്ട് ലീവ്സ് എ ട്രേസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇയാൾ കൺഫെഷനൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും കേസ് ഇവിടെ തീർന്നല്ലോ, കൺഫെഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ, കേസ് ബിഗിൻ ചെയ്യുന്നതേ ഉള്ളൂ, കൺഫെഷൻ കൊണ്ടൊന്നും ആയിട്ടില്ല. കാരണം ഈ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് ഇയാൾ മാറ്റി പറയും. കോടതിയിൽ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല, അല്ലെ ഉണ്ടായി തന്നെ അത് പോലീസ് കള്ളമായിട്ട് ചേർത്താൽ ഞാനൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിച്ചപ്പം പറഞ്ഞതാ എന്നെല്ലാം ഇയാൾക്കൊരു നല്ല ഏബിൾ ആയിട്ടുള്ള ഒരു ഡിഫൻസ് ലോയറിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ വേർഷൻ എല്ലാം മാറ്റും. അപ്പോൾ നമുക്കിനി വേണ്ടത് ഇതൊക്കെ സ്ഥിരീകരിക്കുന്ന സയന്റിഫിക് എവിഡൻസ് ആണ്. അപ്പോൾ ഇനി ചില എവിഡൻസ് കൂടി, ഇനി റീകൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളും കൂടി നമുക്ക് ബാക്കിയുണ്ട് ഈ കേസിൽ. അപ്പോൾ കല്ല് ഈ വീട്ടിൽ നിന്ന് വന്നു എന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ പറ്റി. ഇത് ഇവിടെ ഒന്ന് വന്നു, കേബിൾ വയർ ഇവിടെ ഒന്ന് പോയി എന്നുള്ളത് ചാക്ക് പ്രോബബിലിറ്റി ഇവിടെ നിന്നാകാമെന്നും നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. ഇനി 2 ഐറ്റംസും കൂടെ കിട്ടാനുണ്ട്. ഈ കുട്ടി മദ്രസയിൽ പോയിട്ട് പോകുമ്പോൾ അവരുടെ സേക്രഡ് ടെക്സ്റ്റ് ഖുറാൻ ഈ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു. അത് നമുക്ക് ഈ ഡെഡ് ബോഡിയുടെ ബണ്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. കുട്ടിയുടെ കയ്യിൽ ഒരു കുട ഉണ്ടായിരുന്നു, അതും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി ഇത് രണ്ടിനും കൂടിയുള്ള അന്വേഷണമാണ്. അപ്പോൾ ഇതിനോടകം തന്നെ നമുക്ക് 8 ദിവസം കഴിഞ്ഞു. ഇത് മഴക്കാലം കൂടിയായിരുന്നു, ഡിസംബർ മാസമാണ്, ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. എന്നിട്ടും ഈ 8 ദിവസം എന്തുകൊണ്ട് ഈ ഇംപ്രഷൻ അതേപടി റീറ്റെയിൻ ചെയ്തു? ന്യായമായി നമുക്ക് ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്. അപ്പോൾ ഇവിടെ നമ്പർ 1 പോയിന്റ്, ഇത് സൺഷെയ്ഡിന്റെ താഴെയായിരുന്നു, എന്നാലും മഴവെള്ളം ഇങ്ങോട്ട് അടിച്ചാൽ ഇതിന്റെ ഇംപ്രഷൻ മാറ്റം ഉണ്ടാകാം. എന്നിട്ടും അതെങ്ങനെ അങ്ങനെ റീറ്റെയിൻ ചെയ്തു. ഇതിൻ്റെ ഇപ്പുറത്തൊരു കുറ്റിച്ചെടി, ഒരു ബുഷി പ്ലാന്റ്, ഓർണമെന്റൽ പ്ലാന്റ്, അതിങ്ങനെ ഗ്രോ ചെയ്തിരുന്നത് വളഞ്ഞ് ഇതിൻ്റെ പുറത്തേക്കാണ് വളഞ്ഞു വന്നിരുന്നത്. അതിങ്ങനെ വളഞ്ഞു വരുന്നത് കൊണ്ട് നേരെ സൺഷെയ്ഡിൽ നിന്ന് വീഴുന്ന വെള്ളവും വരികയില്ല, അവിടെ മുന്നോട്ട് അടിക്കുന്ന വെള്ളവും ഈ കുഴിയിലേക്ക് വീഴുകയില്ല. അപ്പോൾ അങ്ങനെ 8 ദിവസം കഴിഞ്ഞിട്ടും ഈ ഇംപ്രഷൻ അതേപടി അവിടെ റീറ്റെയിൻ ചെയ്തു. അപ്പോൾ അതിലേക്കാണ് നമ്മൾ, അതുവഴിയാണ് നമ്മൾ ഈ ക്ലൂവിലേക്ക് എത്തിച്ചേരുന്നത്. ഇനി പുസ്തകം എവിടെ, അവിടെ എവിടെ, 2 കാര്യങ്ങളും കൂടി നമുക്ക് കിട്ടണം. അപ്പോൾ ഈ പുസ്തകം എവിടെ? അപ്പോൾ അയാൾ പറഞ്ഞു പുസ്തകം കത്തിച്ചു കളഞ്ഞു. അപ്പോൾ പുസ്തകം കത്തിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൂഫ് വേണം കോടതിക്ക്. അപ്പോൾ എവിടെ കത്തിച്ചു, എങ്ങനെ കത്തിച്ചു, റെമനൻസ് ഉണ്ടോ, ഇതൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ അയാൾ പറയുന്നു പുസ്തകം കത്തിച്ചത് അടുപ്പിലാണ്, വിറക് കത്തിക്കുന്ന അടുപ്പുള്ള വീടാണ്. അപ്പോൾ അടുപ്പിൽ നിന്ന്, ഈ ചാരത്തിൽ നിന്ന് ഇതിൻ്റെ ഏതെങ്കിലും ഒരു റെമനൻസ് കണ്ടുപിടിച്ച് അവിടെ ഖുറാൻ കത്തിച്ചു എന്നുള്ള ഒരു പ്രൂഫിന് വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോഴാണ് അടുത്ത പ്രോബ്ലം. ഇത് 8 ദിവസം സെയിം അടുപ്പിലാണ് ഉമ്മ അടുപ്പ് കത്തിക്കുകയും പാകം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ചാരം എവിടെ എന്നുള്ളതാണ് അടുത്ത അന്വേഷണം. അപ്പോൾ ചാരം എല്ലാം ഓരോ ദിവസവും റീപ്ലേസ് ചെയ്യുമല്ലോ. ചാരം എന്ത് ചെയ്യും? ചാരം അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി അങ്ങനെ കീപ്പ് ചെയ്യുന്ന പണിയുണ്ട്. അപ്പോൾ അവിടെ പുറത്തൊരു 7-8 ചാക്ക് ചാരമുണ്ട്. ഈ ചാക്ക് കെട്ടുകളെല്ലാം അഴിച്ച് നിരത്തി ഇതിനകത്ത് ഏതെങ്കിലും പേപ്പർ ബിറ്റ് ഉണ്ടോ, അത് ഖുറാന്റെ പാർട്ടാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള അന്വേഷണം നടത്തി. ഒരു പേപ്പർ കഷ്ണം കിട്ടിയില്ല. അപ്പോൾ പിന്നെ നമ്മുടെ അന്വേഷണം, ഇനി എവിടെയെങ്കിലും വേറെ ഈ ചാരം ഇടാറുള്ള പണിയുണ്ടോ? അപ്പോൾ ഇയാൾ പറയുന്നു കുറച്ചൊക്കെ ഉമ്മ ഡയറക്റ്റായിട്ട് വാഴയുടെ ചുവട്ടിലേക്ക് ഇടുന്ന പണിയുണ്ട്. അപ്പോൾ വാഴ കൃഷിയുണ്ട്, ഇഷ്ടംപോലെ വാഴകളുണ്ട്, എല്ലാ വാഴയുടെ ചുവട്ടിലും ഇത്രയും പൊക്കം ചാരമുണ്ട്. അപ്പോൾ ഈ ചാരമെല്ലാം നമ്മൾ വീണ്ടും ഇളക്കി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വാഴയുടെ ചൂട്ടിൽ നിന്ന് ചെറിയ ചെറിയ പാർഷ്യലി ബേൺഡ് ആയിട്ടുള്ള പേപ്പർ ബിറ്റുകൾ വന്നു. അതിലെന്തോ ചെറിയ റൈറ്റപ്പ് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അറബി പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. റൈറ്റപ്പ് കണ്ട് ഇത് അറബിയാണ്, ഇത് ഖുറാന്റെ പാർട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കോടതി അംഗീകരിക്കില്ല. അതിൻ്റെ എക്സ്പെർട്ട് സാക്ഷ്യപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ഈ കരിഞ്ഞ അവശിഷ്ടം ഒരു അറബി മുൻഷിയെ കാണിച്ചു. അദ്ദേഹം അത് റീഡബിളാക്കി ഇത് ഖുറാന്റെ പാർട്ടാണെന്ന് സർട്ടിഫൈ ചെയ്തു. അപ്പോൾ ഖുറാൻ കത്തിച്ചു എന്ന് പറയുന്ന ഭാഗം ക്ലിയറായി. ഇനിയുള്ളത് കൊട. കൊട എവിടെ എന്ന് ചോദിച്ചപ്പോൾ അത് കുറച്ച് അകലെ ഒരു വാഴയുടെ ചുവട്ടിലേക്ക് എറിഞ്ഞിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ വാഴയുടെ ചുവട്ടിൽ കറക്റ്റ് കുട കിടക്കുന്നു.
അപ്പോൾ ഖുറാൻ കിട്ടി, കുട കിട്ടി, എല്ലാ പാർട്ടും കിട്ടി. എൻ്റയർ സ്റ്റേജ് ഓഫ് ദി ക്രൈം നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വെച്ച് വലിയൊരു കമ്മ്യൂണൽ ക്ലാഷ് ഒഴിവാക്കി ഒരു സ്ഫോടനാത്മകമായ അന്തരീക്ഷത്തിൽ നിന്ന ഒരു വില്ലേജിനെ ആ ഒരു കമ്മ്യൂണൽ ക്ലാഷിൽ നിന്ന് നമുക്ക് രക്ഷിക്കാനും യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിച്ചു കൊടുക്കാനും ട്രേസ് എവിഡൻസ് എന്ന് പറയുന്ന അപൂർവമായിട്ടുള്ള തരത്തിലുള്ള ആ ഒരു ഇംപ്രഷൻ എവിഡൻസ് വഴി നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ കേസിൻ്റെ വിജയം. അപ്പോൾ ഇതേപോലെയുള്ള ഒരു ഒബ്സർവേഷനാണ് ഒരു ക്രൈം സീൻ പരിശോധിക്കുന്ന ഫോറൻസിക് എക്സ്പേർട്സിന് ഉണ്ടാകുന്നത്.